ഹലോ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ക്രോഷറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കും. ക്രോഷറ്റ് ചെയ്യാൻ ആദ്യം വേണ്ടത് ഒരു യാണും ഹുക്കുമാണ്. യാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് യാണും വേണമെങ്കിലും എടുക്കാം. കോട്ടണോ അക്രിലിക്കോ ആയിട്ടുള്ള മീഡിയം സൈസ് യാൺ എടുക്കുക. അതേപോലെ തന്നെ തുടക്കക്കാർക്ക് എപ്പോഴും ചെയ്യാൻ സുഖം 3mm ഹുക്കാണ്. ഇനി എങ്ങനെയാണ് യാണും ഹുക്കും പിടിക്കുക എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ നോട്ട് നിങ്ങളുടെ തം ഫിംഗറും റിംഗ് ഫിംഗറും യൂസ് ചെയ്തിട്ട് ഇതുപോലെ പിടിക്കുക. വർക്കിംഗ് ആണ് ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും യൂസ് ചെയ്ത് പിടിക്കുക. മറ്റേ ഹാൻഡിൽ, അതായത് റൈറ്റ് ഹാൻഡിൽ നിങ്ങൾ ഇതുപോലെ ഹുക്ക് പിടിക്കുക. വേറെയും ഒരുപാട് യാണും ഹുക്കും പിടിക്കാനുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് അങ്ങനെ നിങ്ങൾ പിടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ലൂസ് ആക്കുകയും ടൈറ്റ് ആക്കുകയും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യാൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി എങ്ങനെയാണ് സ്ലിറ്റ് നോട്ട് ഇടുക എന്നുള്ളത് നോക്കുക. ഇങ്ങനെ 2 ഫിംഗേഴ്സ് എടുത്തിട്ട് സാധാ കെട്ടിടുന്ന പോലെ, അതായത് നമ്മൾ സാധാ നോട്ട് ഇടില്ലേ അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ വലിച്ചു കൊടുക്കുക. അപ്പോൾ അത് ടൈറ്റ് ചെയ്യണേക്കാളും മുന്നേ തന്നെ നിങ്ങൾക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. ഇനി ഇതിൻ്റെ ഷോർട്ടായിട്ടുള്ള യാണ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലേക്ക് വരുന്ന പോലെയും അതേപോലെ തന്നെ ലോങ് ആയിട്ടുള്ള വർക്കിംഗ് യാണ് ലെഫ്റ്റ് ഹാൻഡിലേക്ക് വരുന്ന പോലെയും പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ റൗണ്ടിലേക്ക് അതായത് നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല, അതിലേക്ക് ഹുക്ക് ഒന്ന് കടത്തി കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഇതേപോലെ വലിച്ചു കൊടുത്താൽ നിങ്ങളുടെ ആ റൗണ്ട് ഒന്ന് ടൈറ്റായിട്ട് മാറും. ഇതാണ് നിങ്ങളുടെ സ്ലിറ്റ് നോട്ട് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കുക. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വർക്കിംഗ് ആണ് ഇതേപോലെ ഒന്ന് ടേൺ ഓവർ ചെയ്തിട്ട്, അതായത് യാൺ ഓവർ എന്ന് പറയും, ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൂടെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ചെയിൻ 1 ആവും. അതേപോലെ തന്നെ ചെയിൻ 2 ചെയ്യുക. പിന്നെയും നിങ്ങൾ യാൺ ഓവർ ചെയ്ത് ചെയിൻ 3, അങ്ങനെ ഓരോ ചെയിൻ ചെയ്യുമ്പോഴും നിങ്ങൾ കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം നിങ്ങളുടെ കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യാൺ അതിൻ്റെ ഉള്ളിലേക്കൂടെ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റ് ആക്കാനും ലൂസ് ആക്കാനും പറ്റും. ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. 10 ചെയിൻ സ്റ്റിച്ചസ് ആയതിനു ശേഷം ഒന്നും കൂടി നിങ്ങൾ കൗണ്ട് ചെയ്ത് കൊടുക്കുക. 10 ചെയിൻ സ്റ്റിച്ചസ് തന്നെ ഇല്ലേ എന്നുള്ളത് കൗണ്ട് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കുക. ഇതതുപോലെ 1 2 3 4 5 6 7 8 9 and 10. ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് സിംഗിൾ ക്രോഷറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുക. അതിന് വേണ്ടി ഒരു ചെയിൻ സ്റ്റിച്ചസും കൂടി ചെയ്ത് കൊടുക്കുക. ആ ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 10th ചെയിനിലേക്കാണ് നമ്മൾ നമ്മുടെ സിംഗിൾ ക്രോഷറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആ 10th ചെയിനിലേക്ക് നമ്മുടെ ഹുക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു യാൺ ഇതേപോലെ ടേൺ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുക. ആ ലൂപ്പിലേക്കൂടെ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഹുക്കിൽ 2 ലൂപ്സ് കിട്ടും. ആ 2 ലൂപ്സിലേക്കൂടെ യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അടുത്ത ചെയിനിലേക്കും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ ചെയ്ത ചെയിൻ ഓൾറെഡി ഇപ്പോൾ ഒരു വലിയ ഹോളായിട്ടുണ്ടാവും. അതല്ല, അത് നമ്മൾ ഓൾറെഡി ചെയ്ത ചെയിൻ സ്റ്റിച്ചാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ചെയിനിലേക്കാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. യാൺ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 ലൂപ്പ് കിട്ടും നിങ്ങളുടെ ഹുക്കിൽ. യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിലേക്കൂടെ വലിച്ചെടുക്കുക. ഇപ്പം ഞാൻ 2 സിംഗിൾ ക്രോഷറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ബാക്കി 8 സിംഗിൾ ക്രോഷറ്റും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ സിംഗിൾ ക്രോഷറ്റ് ചെയ്യുമ്പോഴും കൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നില്ലേ എന്നുള്ളത് നോക്കുക. അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഗ്യാപ്പ് വന്നത് നമ്മൾ ഓൾറെഡി ചെയ്ത ചെയിൻ സ്റ്റിച്ചാണ്. ഗ്യാപ്പ് വരാത്ത ചെയിൻ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ഓരോ ചെയിൻ സ്റ്റിച്ചും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ക്രോഷറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എളുപ്പമാണ്, പക്ഷേ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല പേഷ്യൻസും വേണം. അപ്പോൾ നിങ്ങൾ സമയമെടുത്ത് തന്നെ മെല്ലെ മെല്ലെ ഓരോ ചെയിൻ സ്റ്റിച്ചസും ചെയ്ത് കൊടുക്കുക. 10 ചെയിൻ സ്റ്റിച്ചസുമ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്യണം. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഡബിൾ ക്രോഷറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 10 ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ യാണ് ഒന്ന് ടേൺ ഓവർ ചെയ്യണം. ടേൺ ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹുക്കൊന്ന് പിടിച്ച് ടേൺ ചെയ്യുക. ഇനി നിങ്ങളിപ്പോൾ ചെയ്ത് 2 ചെയിൻ സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്ത് 3rd വണ്ണിലേക്ക്, അതായത് 10th ചെയിനിലേക്കാണ്
ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് യാണ് നമ്മൾ ഓൾറെഡി ടേൺ ഓവർ ചെയ്തിട്ടുണ്ട്. 10th സ്റ്റിച്ചിലേക്ക് നമ്മളിതാ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വർക്കിംഗ് യാണ് ഒന്ന് ഇതേപോലെ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് ബാക്കി 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷറ്റ്. ഇനി നമ്മൾ അടുത്ത ചെയിൻ സ്റ്റിച്ചിലേക്കും ഇതുപോലെ ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലേക്കൂടെ പുൾ ത്രൂ ചെയ്യുക. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലേക്കൂടെ പുൾ ത്രൂ ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ യാണൊന്ന് നിങ്ങൾ ഹുക്കിലേക്ക് ടേൺ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഓരോ ചെയിൻ സ്റ്റിച്ചിലേക്കും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ 10 ഡബിൾ ക്രോഷറ്റ് കിട്ടും. അതുപോലെ തന്നെ യാണും ഹുക്കും ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അത് ടൈറ്റും ലൂസും ആക്കി കൊടുക്കുക. നിങ്ങൾ കുറച്ചും കൂടിയും വലിയ യാണാണ് എടുക്കണമെന്ന് വെച്ചാൽ ഇതിനേക്കാളും വിസിബിളായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടിയും വലിയ യാണ് തുടക്കക്കാരാണെങ്കിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. നീളമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഒരു മീഡിയം സൈസ് യാണ് യൂസ് ചെയ്യുക. ഇനി ബാക്കിയുള്ള എല്ലാ ചെയിൻ സ്റ്റിച്ചിലേക്കും കൂടിയും ഡബിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അവസാനത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് 10th ഡബിൾ ക്രോഷറ്റ് ആണ് ചെയ്യണത്. ഇപ്പോൾ ടോട്ടൽ എനിക്ക് 10 ഡബിൾ ക്രോഷറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സിംഗിൾ ക്രോഷറ്റ് ചെയ്തപ്പോൾ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കുക. ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് അത് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വർക്കിംഗ് യാൺ, അതായത് ലോങ് യാൺ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റിച്ച് ഇവിടെ സെക്യൂർഡ് ആയിട്ട് കിടക്കും. പിന്നെ വലിച്ചു കഴിഞ്ഞാലും സ്റ്റിച്ചസ് മൂവ് ചെയ്യില്ല. ഇനി ഹാഫ് ഡബിൾ ക്രോഷറ്റ് എങ്ങനെ ചെയ്യാൻ നോക്കുക. ഞാൻ 10 ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ 2 ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത് 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 10th ചെയിനിലേക്ക് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ യാൺ ഓവർ ചെയ്തിട്ട് ലൂപ്പിലത്തെ 3 ലൂപ്പിലേക്കൂടെ നമ്മൾ വലിച്ചെടുക്കും. കണ്ട 3 ലൂപ്പിലേക്കൂടെ വലിച്ചെടുത്താലാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആവുന്നത്. ഇതുപോലെ തന്നെ അടുത്തടുത്തുള്ള എല്ലാ ചെയിൻ സ്റ്റിച്ചിലേക്കും ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യുക. ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ 3 ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കും. ഡബിൾ ക്രോഷറ്റിൽ നമ്മൾ ആദ്യം 2 ലൂപ്പിലേക്കൂടെ മാത്രമേ വലിച്ചെടുക്കുള്ളൂ. ഞാൻ പറയണേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കണ്ട ഇതുപോലെ 3 ലൂപ്പിലേക്കൂടെ വലിച്ചെടുക്കുക. അങ്ങനെ ടോട്ടൽ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്രോഷറ്റ് അഥവാ HDC നമ്മൾ ഡബിൾ ക്രോഷറ്റ് DCനേക്കാളും കട്ടി കുറവായിരിക്കും. ഈ ഓരോ ടേമും നിങ്ങൾ ഒന്ന് പഠിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ബേസിക് സ്റ്റിച്ചസും ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ ബാക്കിയുള്ള ചെയിൻ സ്റ്റിച്ചിലേക്കും കൂടിയും ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ സ്റ്റിച്ചസ് കിട്ടും. അത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂർ ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ 10 ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ 3 ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്യാം. നേരത്തെ നമ്മൾ 2 ചെയിൻ എക്സ്ട്രാ ആണ് ചെയ്തിരുന്നത്. ഇപ്പോൾ 3 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യുക എക്സ്ട്രാ. എന്നിട്ട് നമ്മൾ 2 വട്ടം ട്രിപ്പിൾ ക്രോഷറ്റിൽ ഇതേപോലെ യാൺ ടേൺ ഓവർ ചെയ്തിട്ട് നമ്മൾ 10th ചെയിൻ സ്റ്റിച്ചിലേക്ക്, അതായത് ഇപ്പോൾ ചെയ്ത 3 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 10th ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ പുൾ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് മറ്റ് 2 ലൂപ്പിലേക്ക് കൂടെ പുൾ ത്രൂ ചെയ്യുക. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ബാക്കിയുള്ള 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇതാണ് ഒരു ട്രിപ്പിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷറ്റ് നിങ്ങൾ വീഡിയോ കണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യാണ് ഹുക്കിലേക്ക് 2 വട്ടം ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. 4 ലൂപ്പാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. 4 ലൂപ്പിലേക്ക് നമ്മൾ 3 വട്ടം യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പ് വീതം വലിച്ചെടുക്കുക. കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ 2-3 വട്ടം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യാണൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈസിയായി ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ബാക്കി 10 ട്രിപ്പിൾ ക്രോഷറ്റും കൂടി കംപ്ലീറ്റ് ചെയ്യുക. ടോട്ടൽ നിങ്ങൾക്ക്
10 ട്രിപ്പിൾ ക്രോഷറ്റ് കിട്ടും. ഓരോ സ്റ്റിച്ചസും കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യുക. ഇപ്പം നിങ്ങൾ ഏകദേശം അത്യാവശ്യമായിട്ടുള്ള ബേസിക് സ്റ്റിച്ചസൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനിയും ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റിനും ആവശ്യമായിട്ടുള്ളത് ഈ സ്റ്റിച്ചസാണ്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചൊക്കെയാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റിലും ചെയ്യുക. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്രോഷറ്റും ഈസിയായി ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഇത്രയും ചെയ്ത്. ഇത് സിംഗിൾ ക്രോഷറ്റാണ്, കുറച്ച് കട്ടി കുറവാണ്. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ്, കുറച്ചും കൂടിയും കട്ടിയുണ്ട്. ഇതാണ് ഡബിൾ ക്രോഷറ്റ്. ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷറ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിലൊന്ന് ചോദിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാം. അപ്പോൾ ബൈ.